മാമലക്കവലയിൽ നിന്ന് വാട്ടർ വെള്ളം അടിച്ചു വിടുന്ന കൊച്ചി പശ്ചിമ കൊച്ചിയിൽ വെള്ളത്തിന് ക്ഷാമമില്ല. നമ്മുടെ കളമ്പുകാവിൽ നിന്ന് അടിച്ചു വിടുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതി ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നു. അവിടെയാണ് വെള്ളത്തിന് ക്ഷാമമില്ല. മൂവാറ്റുപുഴ പിറവത്തോട് ഒഴുകുന്നു. പിറവത്തിലുള്ള വെള്ളം അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം. കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് പിറവത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഗതിയാണ്. ചേട്ടാ, ഞങ്ങൾ 2ാം നിലയിൽ 3ാം നില ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് മാസങ്ങളായി, ദിവസങ്ങൾ ഞങ്ങൾ കുപ്പിവെള്ളം കാശ് കൊടുത്ത് മേടിക്കുന്ന അവസ്ഥ. നിരന്തര പരാതിയുമായി പരിഭവം കേട്ട് മടുത്ത് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ വാക്ക് കൊടുത്തു. ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നിയോജക കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. ഇതിന്റെ പരിഹാരം കാണുന്ന പോലെ സമരമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് ഞങ്ങൾ ഉറക്ക ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത്രത്തോളം രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് പിറവത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളത്. എന്തുകൊണ്ട് ഇവർ കാണുന്നില്ല? ഇവർ 25,000 രൂപ ഏതെങ്കിലും അബദ്ധത്തിൽ ഒരാൾ അല്പം വെള്ളം ഒരു ഓസ് പിടിച്ചിട്ടല്ല അവരടിക്കുന്ന ഫൈൻ 25,000 രൂപ. നമ്മൾ ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകി പോയാൽ അവർ നമ്മളെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് പൈപ്പ് കട്ട് ചെയ്യുന്നു. അവരെ തന്നെ വന്ന് പൈപ്പ് കട്ട് ചെയ്യുന്നു. ഒരു മര്യാദയും കാണിക്കാതെ ഒരു പൈപ്പ് കട്ട് ചെയ്യുന്നു. എന്താണ് എവിടെയല്ല കുടിവെള്ള പ്രശ്നം? വരുന്ന 3 മാസം എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? നിങ്ങൾക്കറിയാം, ഏപ്രിൽ മെയ് വരെ എന്തായിരിക്കും ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ അവസ്ഥ? ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ട ആളുകളെ അകത്തിരിക്കുന്നത്. ഇവരെന്തുകൊണ്ട് ഇവരൊന്നും അറിയില്ല. ഇവരെ സംബന്ധിച്ച് ഇവരെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ സമയം ഞാൻ ഒച്ചപ്പാട് പറഞ്ഞ ഭാഷ എന്താണ്? TNJക്കിന്റെ കാലത്ത് 1980 ഇട്ട പൈപ്പാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളാണോ? 1980 ഇട്ട പൈപ്പാണ്. പൈപ്പുമില്ല, പിന്നെ വെള്ളം പോസ്റ്റിൽ വിടുമ്പോൾ വെള്ളം പിണ്ണാക്ക് പോലെ പൊട്ടിപ്പോകുന്നു. അതിന് ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളാണോ? ജനങ്ങൾ ബില്ലടിച്ചിട്ട് കൃത്യമായിട്ട് ഒരു കട്ട് ചെയ്യണില്ലേ? അവര് കാശ് കിട്ടിയില്ലെങ്കിൽ അവരെന്തെല്ലാം അവർ നയമനം സ്വീകരിക്കുന്നു, അവർ കേസെടുക്കുന്നു. എന്തുകൊണ്ട് അവർക്ക് രാജ്യക്കാരെ കാണില്ല? അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സൂചനയാണ്, ഇനി ഇതിൽ വെള്ളത്തിന് ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ തനി സ്വഭാവം RSS BJP എന്താണ് ഞങ്ങൾ ഇവരെ കാണിച്ചു കൊടുക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ യോഗം ഒരു മുന്നറിയിപ്പാണ്. ഞങ്ങളുടെ വിഷയം എത്രയും പെട്ടെന്ന് 24 മണിക്കൂർ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നതിൽ ഉറക്കപ്രഖ്യാപിക്കണം. ഈ മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി, ഇവിടെ കൂടി എല്ലാവർക്കും വേണ്ടി, നമ്മളെ സംബന്ധിച്ച് ഈ സമരത്തിൽ എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും നമ്മളെ സംബന്ധിച്ച് അഭിമാനം അർപ്പിച്ചു നിർത്തുന്ന നന്ദി. സർക്കാർ വന്ദേ മാതരം.